ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണം ലോകമെമ്പാടുമുള്ള സമാധാന പ്രേമികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അമേരിക്ക വിലക്കിയിട്ടും ഇസ്രായേൽ ഡ്രോൺ ആക്രമണം നടത്തി. ഇറാന് ഒരു ചുക്കും സംഭവിച്ചില്ല. ഇസ്രായേലിന്റെ ഡ്രോണുകളെല്ലാം ഇറാൻ തകർത്ത് തരിപ്പണമാക്കി. കുട്ടികളി എന്നാണ് ഇറാൻ ഭരണകൂടം ഇസ്രായേലിന്റെ നീക്കത്തെ വിശേഷിപ്പിച്ചത്. പക്ഷേ അതിന് പിന്നാലെ ഇറാന്റെ പ്രസ്താവന വന്നിരിക്കുന്നു. ഇനിയാണ് കളി ഇസ്രായേൽ കാണാൻ പോകുന്നത് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇസ്രായേൽ പോകുന്നതെങ്കിൽ ഇസ്രായേലിനെ ദിവസങ്ങൾ കൊണ്ട് ഭസ്മമാക്കും എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, ഇസ്രായേൽ കാണിച്ച തെണ്ടിത്തരത്തിന് തങ്ങൾ ശക്തമായ രീതിയിൽ തിരിച്ചടി നൽകിയിട്ടുണ്ടെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഇസ്രായേലിന്റെ ഡ്രോണുകളെല്ലാം ഞങ്ങൾ തകർത്ത് തരിപ്പണമാക്കി. ഞങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾക്ക് ഒരു നാശനഷ്ടവും സംഭവിച്ചിട്ടില്ല. ഇസ്രായേലിന്റെ ഡ്രോണുകൾ തകർത്ത് തരിപ്പണമാക്കി മറുപടി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇസ്രായേലിന്റെ ഡ്രോണുകളെല്ലാം ഭസ്മമാക്കി മാറ്റി. പക്ഷേ ഇനിയും കളിക്കാനാണ് ഇസ്രായേലിന്റെ ഭാവമെങ്കിൽ ആ കളിക്ക് തിരിച്ചടി വളരെ മാരകമായിരിക്കും എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പല രാജ്യങ്ങളും ഇറാനിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചു. ലോകം ഒന്നാകെ ഉറ്റുനോക്കിയാണ് എന്ത് സംഭവിക്കും എന്ന്. ലോകത്തിൻ്റെ ഉറ്റുനോക്കൽ ഇറാന് നേരെയാണ്. ഏത് നിമിഷമാണ് തിരിച്ചടി ഇസ്രായേലിന് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല. അമേരിക്കയും വെട്ടിലാണ്. ഇസ്രായേലിനെ സഹായിച്ച് മടുത്തു കഴിഞ്ഞു അമേരിക്ക. ഇസ്രായേലിനെ സഹായിച്ച് അപമാനിതരായി അമേരിക്കൻ ഭരണാധികാരികൾ. എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ മുന്നറിയിപ്പ് വന്നിരിക്കുന്നു. ഇസ്രായേൽ കളിച്ചത് കുട്ടികളി മാത്രമായി ഇറാൻ കരുതുന്നുള്ളൂ. കൊച്ചുകുട്ടികൾ തങ്ങളുടെ രാജ്യത്ത് പടക്കമറിഞ്ഞ് കളിച്ചു. അത്ര മാത്രമാണ് ഇസ്രായേലിന് ഇറാൻ നൽകുന്ന വില. ഏത് നിമിഷവും തിരിച്ചടി ഉണ്ടാകും എന്ന സൂചന ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. മാത്രമല്ല, ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിലേക്ക് കുതിച്ചു കയറും ഇറാന്റെ സൈന്യം. അതിനവർ സജ്ജരായി കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത്.